ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു തത്സമയം ശാലിനി. വലത് കൈ ചൂണ്ടിക്കൊണ്ട് ലാലേട്ടന്റെ അടുത്ത ടീസർ വരാൻ പോവാണ്. നമ്മൾ വിചാരിച്ചു ആ കറുത്ത ഷർട്ടും കറുത്ത മുണ്ടിലുള്ള ഫയർ ആയിട്ടുള്ള എൻട്രി ടീസർ കഴിഞ്ഞാല് ഇനി കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരുന്നു, കാരണം ഷൂട്ട്സ് ഒക്കെ നടക്കുകയാണ്. പക്ഷേ ലാലേട്ടന്റെ ഒരു പ്രത്യേക ഭംഗിയാണ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലും അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് വൈറ്റിലൊക്കെ കാണാൻ. സ്ട്രോങ് ആയിട്ടുള്ള പഞ്ച് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു വരുന്ന ആ ഒരു എൻട്രി തന്നെ ഒറ്റ ടീസറിൽ അവസാനിപ്പിച്ചാൽ പോരാ എന്ന് മേക്കേഴ്സിന് അറിയാമായിരിക്കും. ഇത്തവണത്തെ മേക്കേഴ്സിന്റെ കാര്യം എടുത്തു തന്നെ പറയണം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏഷ്യാനെറ്റിന്റെ മേക്കേഴ്സ് അടിപൊളി ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും സർഗോ വിജയരാജ് സാർ കൂടി ഈ സീസണിലുണ്ട്. പിന്നെ നമ്മുടെ ഹാഫിസ് സാർ ഓൾറെഡി സീസണിലുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഐഡിയാസ് ഇങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് കിഡിലൻ ചേഞ്ചസ് ആണ് ഈ സീസണിൽ വരാൻ പോകുന്നത്. മൂന്നാമത് ഒരാൾ കൂടി ഉണ്ടെന്ന് അറിയാൻ കഴിയട്ടോ. സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ഇതുവരെയും ആരാന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് ഏഷ്യാനെറ്റ് നമുക്ക് ഇതാ ക്ലൂ നേരിട്ട് തന്നിരിക്കുകയാണ്. പഞ്ച് ലൈനിന്റെ കാര്യമാണ്. ദ ബിഗ് പഞ്ചസ് ബെറ്റ് യു കാൺ ഗസ് ദ പഞ്ച് ലൈൻ. വെല്ലുവിളിക്കുന്ന ഏഷ്യാനെറ്റ്. ഈ റിവ്യൂവേഴ്സും അതുപോലെ നമ്മുടെ യൂട്യൂബേഴ്സും എല്ലാവരും നമ്മളിങ്ങനെ കുറെ ഗസസും കുറെ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസും കുഞ്ഞു കാര്യങ്ങളും ആ സർപ്രൈസിന് മുൻപുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ബെറ്റ് ചെയ്യാണ് നമ്മുടെ ഏഷ്യാനെറ്റ്. നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ സീസണിലെ പഞ്ച് ലൈൻ കാണാൻ സാധ്യതയില്ല, ഗസ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത്. ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ലേറ്റസ്റ്റ് പോസ്റ്റ് നോക്കിയാൽ ഇൻസ്റ്റഗ്രാം ഏഷ്യാനെറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദ ബിഗ് പഞ്ചസ് 1 മുതൽ 6 വരെയുള്ള സീസൺസിലെ പഞ്ച് ലൈൻസ് അവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇനി കളികൾ വേറെ ലെവൽ, അതുപോലെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് തുടങ്ങിയിട്ടുള്ള പല പല നമ്മളൊക്കെ വളരെ ഇഷ്ടത്തോടെ കണ്ടിട്ടുള്ള സീസൺസിലെ ടാഗ് ലൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സീസണിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒറ്റ ടീസറിൽ അവസാനിപ്പിക്കാതെ ഇനി ഈ പഞ്ച് ലൈൻസോട് കൂടിയ ലാലേട്ടന്റെ പല സിനിമകളിലൂടെയും നമ്മളെ ത്രസിപ്പിച്ച ആ ഡയലോഗ്സുമായിട്ടുള്ള ടീസേഴ്സ് വരാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. ആ കറുത്ത ഷർട്ടും കറുത്ത മുണ്ടിലുള്ള ലാലേട്ടന്റെ എൻട്രി അവിടെ അവസാനിക്കാതെ അതിന്റെ തുടർച്ചയായി ഇന്ന് ഞായറാഴ്ചയാണ്, മേ ബി പ്രൈം ടൈമിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 10 സെക്കൻഡ് മുതലുള്ള ടീസേഴ്സ് ഇനി അങ്ങ് വാരി വെതറാൻ പോവാണ്. കഴിഞ്ഞ ദിവസത്തെ ഷൂട്ട്സിലൊക്കെ അങ്ങനെ എടുത്ത് നമുക്ക് സെറ്റായി വെച്ചിട്ടുണ്ട്. മോനെ ദിനേശ, എന്നോട് കളിക്കരുത്, കളി ഞാൻ പഠിപ്പിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ കുറച്ച് ഹിൻസ് ഒക്കെ അവിടെ നിന്ന് കിട്ടുന്നു. അതുപോലെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഗ്രൂപ്പ് കളി, മറ്റൊരാളെ അടിച്ചമർത്തല്, ഒരാളെ ഒറ്റപ്പെടുത്തല്, ഇനിയിപ്പോൾ ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജി എന്നില്ല, അങ്ങനെയും കുറെ കളികൾ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പിസം കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരെ ഇടയിലേക്ക് ലാലേട്ടൻ മുന്നേ കൂട്ടി കുറച്ച് ടീസറിലൂടെ പറയാണ്, കുടുംബം കലക്കാൻ ആരും ശ്രമിക്കേണ്ട, അതിന് ഞാൻ അനുവദിക്കുകയുമില്ല. ലാലേട്ടൻ വരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ നമ്മളെ ഇങ്ങനെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ള കുറച്ച് ടീസേഴ്സ് വരാൻ പോവാണ്. എന്തായാലും ഏഷ്യാനെറ്റ് ടെലിവിഷന്റെ മുൻപിൽ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തുകൊണ്ട് എല്ലാവരും കണ്ണുകൾ മുഴുവൻ ഏഷ്യാനെറ്റിലേക്ക് നമുക്ക് പോകാം. ബിഗ് ബോസ് ഫാൻസിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ബിഗ് ബോസിന്റെ ന്യൂ അപ്ഡേറ്റ്സ് ഇപ്രാവശ്യം വളരെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് വെറൈറ്റി ആയി ഏഷ്യാനെറ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ബിഗ് സല്യൂട്ട് ഒരിക്കൽ കൂടി മേക്കേഴ്സിനും ഏഷ്യാനെറ്റിന്റെ ആ തോട്ട് പ്രോസസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എഡിറ്റേഴ്സ് ഒക്കെ വേറെ ലെവലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ രക്തഞ്ചുണ്ടി ലോഗോ ഒക്കെ കണ്ടല്ലോ. കിഡിലനാണ് ഇപ്രാവശ്യത്തെ മേക്കേഴ്സും ഹോൾ ടീമും. ഇനി നമ്മുടെ കണ്ടസ്റ്റൻസ് കൂടി ഒന്ന് ഫയർ ആയാൽ മതി. കോമണേഴ്സ് അവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. വലിയൊരു പ്രശ്നമാണ് കേട്ടോ. ഇത് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്താൽ ഏഷ്യാനെറ്റിലേക്ക് എത്തും. എനിക്ക് കഴിയുന്ന സോഴ്സിലേക്ക് ഞാനും അയച്ചു കൊടുക്കാം. ഈ മൈജിയുടെ ഓഡിഷൻ സെന്ററിൽ പോയിട്ട് അപ്ലോഡ് ചെയ്തവർ അത് അങ്ങനെ അപ്ലോഡ് ആയിട്ടുണ്ടാവും എന്നുള്ള ഡൗട്ട് വേണ്ട, അപ്ലോഡ് ആയിട്ടുണ്ടായിരിക്കും. ജിയോ സ്റ്റാറിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് സബ്മിറ്റ് ആവണില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ സബ്മിറ്റ് ബട്ടൺ അമർത്തിയിട്ട് കുറച്ച് സമയം നമ്മൾ ഒരു 5-10 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്താൽ അവരത് സബ്മിറ്റ് ആയിട്ട് നമുക്കൊരു താങ്ക്സ് മെസ്സേജ് തിരിച്ചു വരും. വിഷ്വലൈസ് ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കും എന്നാണ് പറയണത്. പക്ഷെ എങ്കിലും കുറെ പേര് ട്രൈ ചെയ്തിട്ട് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ഒരു 5-6 പേരൊക്കെയാണ് മെസ്സേജസും കമന്റ്സും ഒക്കെ കണ്ടത്. ഇൻസ്റ്റാഗ്രാമിലും കണ്ടു. അതിലും കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും. ഇനി സബ്മിറ്റ് ആയിട്ടില്ല എന്നുള്ളവര് എല്ലാവർക്കും ഒറിജിനൽ അക്കൗണ്ട് തന്നെ ആവണമെന്നില്ല. ഓഡിഷൻ അറ്റൻഡ് ചെയ്തവര് നിങ്ങളുടെ പേര് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ തന്നെയാണ് വേണ്ടത്, രഹസ്യമായി വെക്കണം. അതല്ല നിങ്ങൾക്ക് വേറെ ഐഡിയിൽ ഏതെങ്കിലും യൂട്യൂബ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ താഴെ വന്ന് കമന്റ് ഇട്ടോളൂ. ഒരുപാട് പേർക്ക് ഈ പ്രശ്നം ഉണ്ടോന്ന് അറിയില്ല. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇത് സബ്മിറ്റ് ആവണില്ല എന്നുള്ളൊരു പ്രശ്നം. അത് ഏഷ്യാനെറ്റ് എങ്ങനെയെങ്കിലും ഒരു ടെക്നിക്കൽ എററോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത് ഈ സബ്മിഷന്റെ കാര്യത്തിലെ നെറ്റ്വർക്കിന്റെയോ സൈറ്റിന്റെയോ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കും തന്നെ നമുക്ക് കരുതാം. എന്തായാലും വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. 10-ാം തീയതി നമ്മുടെ ഓഡിഷൻസ് അവസാനിക്കും. പക്ഷെ വലിയൊരു പ്രശ്നം തന്നെയാണ് പറയുന്നത്.
നമുക്ക് അതൊക്കെ പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ ഏറ്റവും അറിയാവുന്ന ഏതെങ്കിലും ഒരു ടെക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഫേയിൽ പോയാലും അറിയുന്ന ഒരാളോട് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യും. ഒട്ടും അറിയാത്ത ഒരാൾ നമ്മളൊരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് മറ്റൊരാളുടെ സഹായം തേടുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഒരു ഓപ്ഷൻ. ഇപ്പോൾ പല സ്ഥലങ്ങളിലെ ആൾക്കാരാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ, ഞാനും ഭയങ്കര ടെക്നിക്കലി ഗുഡൊന്നുമല്ല, ടെക്നിക്കൽ സൈഡ് എൻ്റെ ഭയങ്കര വീക്കാണ്. അപ്പം നമുക്ക് പറയാൻ കഴിയുന്നത് അറിയാവുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സഹായം ചോദിക്കണം എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയിട്ട് കോമണർ എൻട്രിക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇങ്ങനെ സബ്മിറ്റ് ആവണില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ കോമണേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ആരുടെയെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം ഇനി പറയാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ഈ ദിവസങ്ങളിലൊക്കെയും ഷൂട്ട്സ് നടക്കാൻ പോകുന്നു. പല രീതിയിൽ ബിഗ് ബോസ് വീട്ടിലെ ഗെയിമുകളും പല നാടകങ്ങളും സ്ട്രാറ്റജികളും ഒക്കെ പൊളിച്ചെഴുതുന്ന, മുൻകൂട്ടി നിങ്ങൾ പ്രിപ്പയർ ആയിക്കോളൂ എന്ന് പറയുന്ന രീതിയിലാണ് മേക്കേഴ്സ് ടീസേഴ്സും പ്രൊമോയൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ലാലേട്ടന്റെ വേറൊരു വേർഷൻ തന്നെ നമുക്ക് ഈ സീസണിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ടീസറിലും പ്രൊമോയിലും കാണിക്കുന്ന അതേ ലാലേട്ടൻ നമുക്ക് ഷോയിലും കാണാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. അതാണെങ്കിൽ കളി വേറെ ലെവലാവും. ഇപ്രാവശ്യം ലാലേട്ടൻ എന്താണെങ്കിലും സൺഡേ എപ്പിസോഡും സാറ്റർഡേ എപ്പിസോഡിനും വരുന്ന സമയത്ത് ആ എപ്പിസോഡ്സ് മാത്രം അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ബ്രീഫ്സ് മാത്രം കേട്ടുകൊണ്ടല്ല, ലാലേട്ടനും ഒന്ന് തീരുമാനിച്ചു തന്നെയാണ് നമ്മുടെ ഷോയിൽ ഹോസ്റ്റായിട്ട് വരുന്നത് എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ടീസർ എന്തായാലും വരും, വൈകുന്നേരം കാത്തിരുന്നുള്ളൂ എന്നുള്ളതാണ് ലാലേട്ടൻ പറയണേ. കളി പഠിപ്പിക്കാനും അറിയാം, നിങ്ങളെ കൊണ്ട് കളിപ്പിക്കാനും ലാലേട്ടൻ അറിയാം. കുടുംബം കലക്കികൾക്കും അതുപോലെ തന്നെ ഈ സ്ട്രാറ്റജി ഇട്ട് വാരി വിതർന്നവർക്കും നാടകം കളിക്കുന്നവർക്കുമുള്ള എൻഡാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7. തൂക്കിയെടുത്ത് പുറത്തെറിയുന്നുള്ളതാണ്. സ്പോട്ടിലായിരിക്കും എവിക്ഷൻ. ഒരൊറ്റ റെഡ് കാർഡൊന്നും ആയിരിക്കില്ല, 1, 2, 3 പേരൊക്കെ തൂക്കിയെടുത്ത് എറിഞ്ഞേക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ അറിയുന്നു. ഗെയിം മനസ്സിലാക്കി പൊക്കോളൂ. ഗെയിം അറിയാതെ മുൻപ് പോയി തിരിച്ചു വന്നവരുടെ അവസ്ഥ നിങ്ങൾക്ക് വരണ്ട. ഉള്ള സമയം കൊണ്ട് ബാക്കി സീസൺസ് ഒക്കെ കണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ലൈക്ക് ബട്ടനൊക്കെ ഒന്ന് അമർത്തി സബ്സ്ക്രിപ്ഷൻ തന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോയിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ രേഖപ്പെടുത്തിക്കോളൂ. വീഡിയോ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്, പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ പുതിയ വ്യൂവേഴ്സ് ആയിരിക്കും. കാണുന്ന സമയത്ത് നമുക്ക് പൈസ മുടക്കില്ലാത്ത കാര്യമാണ്. സബ്സ്ക്രിപ്ഷൻ ഒന്ന് അമർത്തിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമ്മുടെ സപ്പോർട്ടിംഗ് പാർട്ട്നേഴ്സിന് പ്രിയപ്പെട്ട നന്ദി അറിയിക്കുകയാണ്, താങ്ക്സ് അറിയിക്കുന്നു. പ്രിയ ഫാബ്രിക്സ് പാലാരിവട്ടം, ഓഫർ സ്റ്റോർ മെട്രോപോളർ 525, വോക്കോ മീഡിയ, ലിങ്ക് റോഡ്, കലൂർ സ്റ്റേഡിയം. Thank you. This is Vijay Shalini signing off. Bye-bye.